ഉള്ളവരെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നതിനെ സംബന്ധിച്ച തർക്കം അതിൻ്റെ വിവിധ രൂപഭാവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ചില നിമിഷങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും കെ വേണുഗോപാലിനാണ് സാധ്യത, അദ്ദേഹത്തോടെ 47 MLA-മാരുണ്ട് എന്നും. മറ്റു ചില നിമിഷങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഘടകകക്ഷികൾ അനുകൂലിക്കുന്നത് സതീശനെയാണ്, മാത്രമല്ല ആന്റണി പോലുള്ള മുതിർന്ന നേതാക്കന്മാർ സതീശനെ അനുകൂലിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് സതീശന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന്. അടുത്ത നിമിഷം തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും രണ്ടുപേരെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആർ സി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാവുന്ന ഒരു റിപ്പോർട്ടുകളും ഇതുവരെയും ലഭിക്കുന്നില്ല. അഭ്യൂഹങ്ങളാണ് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ സതീശനിലേക്ക് എത്തപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ അവസരത്തിൽ. കാരണം ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്നുണ്ട്. കോൺഗ്രസ്സിന് മുൻ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട സമാനമായ സ്ഥിതിവിശേഷങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ചില സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങൾ അത് കയ്പ് നിറഞ്ഞതാണ്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തോട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ച് രാജസ്ഥാനിലൊക്കെ സച്ചിൻ പൈലറ്റിനെ അനുകൂലിച്ചാണ് ജനങ്ങൾ വോട്ടിട്ടത്. പക്ഷേ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കി. അതുപോലെ മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ, അതുപോലെ കർണാടകയിൽ DK ശിവകുമാറിനെ ഒക്കെയാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ കോൺഗ്രസ്സിന് മുതിർന്ന നേതാക്കളുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി മറ്റാളുകളെ അവിടെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു തിക്തഫലം അതാത് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് കോൺഗ്രസ്സിനുണ്ടാകുന്നുണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആ പദവി ഒരുപക്ഷെ സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിനെ തേടിയെത്തും എന്നു തന്നെയാണ് വിശകലനങ്ങളൊക്കെ കാണിക്കുന്നത്. പക്ഷേ മാധ്യമങ്ങളും ഇടതു സൈബറിടങ്ങളുമൊക്കെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തർക്കത്തെ ചർച്ചയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ ഞാൻ കാണുന്നത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായിട്ടാണ്. കാരണം ഓരോ MLA-യുടെയും ഓരോ പാർട്ടി പ്രവർത്തകൻ്റെയും ഘടകകക്ഷി നേതാക്കളുടെയും ഒപ്പം മുതിർന്ന കഴിഞ്ഞ കാലഘട്ടത്തിൽ പാർട്ടിയെ നയിച്ച AK ആന്റണിയെ പോലെയുള്ള ആളുകളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ സമന്വയിക്കുന്നുണ്ട്, സമഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസ് എത്തുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. ഓരോ ആളുകളുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കപ്പെടുന്നു എന്നത് ഇന്ത്യൻ ഭരണഘടന എഴുതി നിർമ്മിച്ച കോൺഗ്രസ് ഭരണഘടനയോടും ജനാധിപത്യത്തോടും കാണിക്കുന്ന പ്രതിബദ്ധതയാണ് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ചിലപ്പോൾ ദിവസങ്ങൾ ഒക്കെയും എടുത്തേക്കാം. പക്ഷേ ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യ മൂല്യങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ഓരോ പ്രവർത്തകൻ്റെയും ഓരോ MLA-യുടെയും അഭിപ്രായങ്ങൾ സമാഹരിക്കേണ്ടതുണ്ട്. കാരണം ജനങ്ങളാണ് MLA തിരഞ്ഞെടുത്തത്. ജനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അഭിപ്രായം പറയുവാൻ കഴിയാത്തത് കൊണ്ടാണ് MLA വഴി പറയുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷെ MLA-മാർ അവരുടെ അഭിപ്രായങ്ങൾ ചില സ്വാധീനങ്ങളുടെ ഫലമായി മാറ്റിയേക്കാമെങ്കിലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരം പ്രവണതകൾ നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ചും CPM അല്ലെങ്കിൽ സൈബറിടങ്ങൾ ഒന്നും ഇത് കളിയാക്കേണ്ട കാര്യമില്ല. കാരണം CPM ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ സമയത്ത് കടന്നുപോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. 2021 തന്നെ മെയ് 5-നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിസൾട്ട് വരുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാർ രണ്ടാമതും ഇലക്ഷനിൽ വിജയിക്കുന്നത് മെയ് 5-നാണ്. പക്ഷേ ആ സർക്കാർ അധികാരം ഏറ്റെടുത്തത് മെയ് 23-നാണ്. നീണ്ട ദിവസങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് കാലതാമസമെടുത്തു. ഒപ്പം ഇലക്ഷൻ നടന്ന ബംഗാളിലെയും തമിഴ്നാട്ടിലെയും മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടും CPM-ൻ്റെ പിണറായി വിജയന് മുഖ്യമന്ത്രിയായ സത്യപ്രതിജ്ഞ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അന്ന് ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ദിവസം സമയം ഒരു ജ്യോത്സ്യൻ കുറിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആ സമയം ആകുന്നതിന് വേണ്ടിയാണ് മെയ് 21 മുതൽ വെയിറ്റ് ചെയ്തതെന്നാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ അന്ന് ചർച്ചയായിരുന്നതാണ്. അതിന് മുമ്പും 1996-ലും CPM-മായി ബന്ധപ്പെട്ട ഇത്തരം തർക്കങ്ങളുണ്ടായിരുന്നു. 96-ൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മലമ്പുഴ എന്ന് പറയുന്ന CPM-ൻ്റെ എക്കാലത്തെയും കരുത്തുറ്റ കോട്ടയിൽ പരാജയപ്പെട്ടു. അന്ന് കോൺഗ്രസ് പറയുന്നത് പോലെ ഏതൊരു കുറ്റിച്ചൂലിനെയും അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ നിർത്തിയാൽ വിജയിക്കേണ്ട സ്ഥലത്ത് മലമ്പുഴയിൽ VS അച്യുതാനന്ദനെ പോലെയുള്ള പ്രമുഖനായ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ CPM കാലുവാര നിലത്തടിച്ച് തോൽപ്പിച്ചു. അതൊക്കെയും CPM-ൻ്റെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി നിലനിൽക്കുന്നു. അതായത് ഗ്രൂപ്പ് രാഷ്ട്രീയങ്ങളും മുഖ്യമന്ത്രി പദ തർക്കങ്ങളുമൊക്കെ കേരളത്തിൽ മുമ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ തർക്കങ്ങളെയൊന്നും വലിയ പ്രാധാന്യം കൊടുത്ത് മാധ്യമങ്ങളും ഇടതു സൈബർ രംഗങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. മറ്റൊന്ന്,
2016 വി എസ് അച്യുതാനന്ദന്, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന് നിയമസഭാ സീറ്റ് നൽകിയില്ല. അന്നും സംസ്ഥാനത്തുടനീളം വി എസ് അനുകൂല പ്രകടനങ്ങൾ നടന്നു. അതിനുശേഷം CPM-ന് വി എസ് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ്റെ പടമൊക്കെ വെച്ചാണ് സംസ്ഥാനത്തെ CPM-ൻ്റെ സ്ഥാനാർത്ഥികളൊക്കെയും ഇലക്ഷൻ മത്സരിച്ചത്. അദ്ദേഹം CPM-നെ അധികാരത്തിലെത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു. പക്ഷേ അധികാരത്തിലെത്തിയതിനു ശേഷം വി എസ് അച്യുതാനന്ദനെ വെട്ടിനിരത്തി. അദ്ദേഹത്തിന് പദവികളൊന്നും കൊടുത്തില്ല. അവസാനം അദ്ദേഹം കരഞ്ഞു വിളിച്ച് 1-ാം നമ്പർ കാറിൽ മുഖ്യമന്ത്രിയായി സഞ്ചരിച്ച അദ്ദേഹത്തിന്, പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്പർ 22 23 ഒക്കെ ആയിരുന്നു കാറിൻ്റെ, അദ്ദേഹത്തിന് ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്ന ഒരു ചെറിയ പദവി കൊടുത്തൊതുക്കി. അതൊക്കെയും നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഏറ്റവും വ്യക്തവും ദൃഢമായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം ആണ് എന്നതാണ്. അതായത് ഈ എല്ലാ പാർട്ടികളിലും ഇത്തരം വടംവലികളും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള വാദഗതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് ചർച്ചയാകേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയിൽ മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഒരു പാളിച്ചയായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മാധ്യമങ്ങളിലും ഇടതു സൈബർ ഇടങ്ങളിലും എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. വി എസ് അച്യുതാനന്ദനും ഒപ്പം പിണറായി വിജയനുമായിട്ടൊക്കെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള പടലപ്പിണക്കങ്ങളുമായിട്ടൊക്കെ നമുക്കിതിന് താരതമ്യം ചെയ്യാം. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പാരമ്യതയിൽ CPM അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് പി കൃഷ്ണപിള്ളയുടെ സ്മാരകം ആലപ്പുഴയിൽ അടിച്ചു തകർക്കുന്ന രീതിയിലുള്ള വിഭാഗീയതയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ്സിന് അത്തരം ഒരു ഗ്രൂപ്പ് അതിപ്രസരത്തിൻ്റെ പാരമ്യത ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു കോൺഗ്രസ്സുകാരന് എത്രത്തോളം അവരുടെ ഒരുപക്ഷെ ഈ സമയത്ത് ഈ മുഖ്യമന്ത്രി തർക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് KC വേണുഗോപാലിൻ്റെ ഫ്ലക്സോ അല്ലെങ്കിൽ VD സതീശൻ്റെ ഫ്ലക്സോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഫ്ലക്സോ ഒക്കെ വലിച്ചു കീറിയേക്കാം. പക്ഷേ ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരന് രാജീവ് ഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെയോ മഹാത്മാഗാന്ധിയുടെയോ ഉമ്മൻചാണ്ടിയുടെയോ ഒന്നും സ്മാരകമോ സ്മൃതി മണ്ഡലങ്ങളോ ഒന്നും അടിച്ചു തകർക്കുക എന്നത് മനസ്സുകൊണ്ട് പോലും ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷേ CPM-ൻ്റെ വിഭാഗീയതയുടെ ചരിത്രത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ തിരഞ്ഞു നോക്കിയാൽ അന്ന് പി കൃഷ്ണപിള്ളയുടെ സ്മാരകം അടിച്ചു തകർത്ത ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കാണാം. അതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. പിന്നീട് അവർ നിരപരാധികളായി കണ്ടു എന്നൊക്കെയുള്ള ചില വാർത്തകൾ പിന്നീട് ഞാൻ കണ്ടു. എന്തായാലും അതിൽ ഒരു വിഭാഗം അങ്ങനെ ആരോപിക്കപ്പെടുന്നു എന്നതും നമ്മൾ ഈ CPM-ൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ ഈ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള തർക്കം അത് ഇത്രയും പെട്ടെന്ന് തന്നെ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് ഈ തർക്കങ്ങൾ നീണ്ടുപോകുന്നതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ MLA-മാരുടെയും MP-മാരുടെയും ഒപ്പം മുതിർന്ന കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയെ നിയന്ത്രിച്ച ആളുകളുടെയും ഒപ്പം ഘടകകക്ഷി നേതാക്കന്മാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ സമാഹരിക്കുവാനും അത് മുന്നിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുമുള്ള കോൺഗ്രസിൻ്റെ എക്കാലത്തെയും മികച്ച ഈ ജനാധിപത്യ വ്യവസ്ഥയെ അത് അഭിനന്ദിക്കാതിരിക്കുവാൻ തരമില്ല. കാരണം എല്ലാ ചെറിയ ആളുകളുടെയും അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഒട്ടും സ്വാധീനമില്ലാത്ത വ്യക്തികളുടെ പോലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമാഹരിച്ചുകൊണ്ടാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന തിരിച്ചറിവ് രാജ്യത്തിന് നൽകിയ പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.